all, welcome to Steps. So നമ്മൾ വട്ടവടയിലേക്ക് പോകുന്ന പാർട്ട് 2 വീഡിയോ ആണിത്. I hope you guys will enjoy it. ആക്ച്വലി ഞങ്ങൾ പെരുമ്പാവൂരിൽ നിന്ന് പൂപ്പാറയ്ക്കാണ് ആദ്യം പോയത്. പൂപ്പാറിൽ നിന്നാണ് മൂന്നാർ വഴി വട്ടവടയിലേക്ക് പോകാൻ പ്ലാൻ ഇട്ടത്. ശരിക്കും ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഞങ്ങൾ പോകുന്ന വഴിയെല്ലാം റോഡിൻ്റെ രണ്ട് സൈഡിൽ ചെറി ബ്ലോസംസ് ഉണ്ട്. എവിടെ നോക്കിയാലും 1-2 മരമെങ്കിലും കാണാൻ പറ്റും. എന്ത് ഭംഗിയാണെന്നറിയാമോ അത് കാണാൻ വേണ്ടി. ചില ഭാഗത്തേക്ക് നോക്കുമ്പോൾ ചെറിയ ചെറിയ മുട്ടക്കുന്നും പശുക്കളും ഒക്കെ നിൽക്കുന്ന കാണുമ്പോൾ നമുക്ക് ശരിക്കും ഈ റീൽസിലൊക്കെ സ്വിറ്റ്സർലൻഡിൻ്റെ വീഡിയോസും ഫോട്ടോസൊക്കെ കാണില്ലേ, ശരിക്കും അതാണ് ആദ്യം ഓർമ്മ വരുന്നത്. ദൈവന്മാർ റോഡിൻ്റെ നടുക്ക് കുറേ നേരമായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ഈ ചേട്ടന്മാർ നിർത്തി ലേസോ എന്തൊക്കെയോ കൊടുത്തു. അതൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇത് ഓൾറെഡി എല്ലാവർക്കും അറിയാം, എങ്കിലും ഞാൻ പറയാണ്, ഈ ലൊക്കേഷൻസിലേക്ക് പോകുമ്പോൾ മാക്സിമം കയ്യിൽ ക്യാഷ് കരുതുക. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളുടെ അക്കൗണ്ടിലായിരുന്നു ക്യാഷ്, കയ്യിൽ 1 രൂപ പോലും ഇല്ലായിരുന്നു. സോ നല്ല നല്ല വാലീസൊക്കെ കാണുമ്പോൾ അതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടീസാണ്. അപ്പോൾ അവിടെ കയറി ഫോട്ടോ എടുക്കാനോ ഇറങ്ങാനോ ഒന്നും പേ ചെയ്യാതെ പറ്റില്ല. ആൻഡ് അവരുടെ കയ്യിൽ വൈഫൈയോ ഒന്നും ഉണ്ടാവില്ല. സോ അതൊന്നും കാണാൻ പറ്റാത്തതിൽ നല്ല വിഷമമുണ്ട് ഞങ്ങൾക്ക്. നെക്സ്റ്റ് ഞങ്ങൾ പോയത് വട്ടവടയ്ക്ക് അടുത്തുള്ള ടോപ്പ് സ്റ്റേഷനിലാണ്. ശരിക്കും മൂന്നാറിൽ നിന്ന് വന്നപ്പം സ്ഥലങ്ങളിൽ ഇറങ്ങാൻ പറ്റാത്തതിൻ്റെ വിഷമമൊക്കെ മാറി. കാരണം ഇവിടെ വന്നപ്പോൾ എന്തൊരു വ്യൂ ആണെന്നറിയാമോ. ക്യാൻവാസിൽ മൗണ്ടെയ്ൻസ് ഇങ്ങനെ പല ഷെയ്ഡിൽ വരച്ച് വെച്ചേക്കുന്ന പോലെ ഉണ്ടായിരുന്നു. കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് തിരിച്ച് വട്ടവടയിലേക്ക് പോയത്. അങ്ങനെ ഞങ്ങൾ വട്ടവടയിലെത്തി. ഇവിടെ മുകളിൽ നിന്ന് നോക്കുമ്പോഴേ ഫുൾ വ്യൂ നമുക്ക് കാണാൻ പറ്റും. ലാൻഡും അവരുടെ തട്ടായിട്ട് ഇങ്ങനെ ഫാമൊക്കെ തിരിച്ചിട്ട് അവരുടെ ചെറിയ ഗ്രാമവും ഫുള്ളായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഫസ്റ്റ് ടൈം കാണുന്നത് കൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. ഞങ്ങളിനി അവരുടെ ആ ചെറിയ വില്ലേജസിലോട്ടും ഫാമിലോട്ടൊക്കെ പോകാൻ പോവാണ്. സമയം ഉച്ച കഴിഞ്ഞു. ഞങ്ങളതേ ഒരു ഫാമിലോട്ട് കയറിയിട്ടുണ്ട്. ഒരു ചേട്ടനും ചേച്ചിയും കൂടെ ആണ് ഇത് നടത്തുന്നത്. തണുപ്പൊക്കെ ആക്ച്വലി ഇപ്പോൾ പോയി, ഇപ്പോൾ നല്ല വെയിലാണ്. പക്ഷേ എങ്കിലും നല്ല സന്തോഷമുണ്ട്. ചുറ്റിന് നല്ല പൂക്കളും സൺഫ്ലവേഴ്സും കൃഷിയും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അവർ ശരിക്കും ഇത് സീസൺ ടൈം അല്ല, ഇവരത് നട്ട് തുടങ്ങിയതേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. എങ്കിലും ബീട്രൂട്ട്, ക്യാരറ്റ്, വേറെ വെജിറ്റബിൾസ്, ഓരോ ടൈപ്പ് ഫ്ലവേഴ്സ് ഇതൊക്കെ കാണുമ്പോൾ നല്ല രസമുണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ സ്ട്രോബെറി അപ്പം തന്നെ ആ ചേട്ടൻ പറിച്ച് തന്നു കഴിക്കാനായിട്ട്. ശരിക്കും ഇവരിത് വേറൊരാളുടെ കയ്യിൽ നിന്ന് പാട്ടത്തിനെടുത്താണ് കൃഷി ചെയ്യുന്നത്. And one thing I really want to say this, they were so kind, because അവരുടെ ജോലിക്കിടയിലാണെങ്കിൽ കൂടിയും നമ്മൾ വന്നപ്പോൾ അതൊക്കെ കാണിച്ചു തരാനും, ഇത് ചേട്ടൻ എനിക്കാണെങ്കിൽ ഈ സീഡ്സൊക്കെ നടുന്നത് എങ്ങനെയാണ്, ചെടികൾ നടുന്നത് എങ്ങനെയാണ് ഒക്കെ പറഞ്ഞു തന്നു. ഞാൻ വീഡിയോ എടുക്കുകയാണ്, കണ്ടപ്പോൾ ഹായ് പറഞ്ഞു എല്ലാവർക്കും. they were so welcoming. And അവരുടെ വീട്ടിലുണ്ടാക്കിയ വൈന്, ജാമ് ഇതൊക്കെ ഞങ്ങൾക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നു. മാത്രമേ കുടിച്ചിട്ടുള്ളൂ. ഇല്ല, ഇത് ഫസ്റ്റ് ടൈം. അവിടുന്ന് നല്ല പുളിയുള്ള സ്ട്രോബെറി ഒക്കെ കഴിച്ച് ഞങ്ങൾ നേരെ പോയത് ടൈഗർ കേവിലേക്കാണ്. അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. നെക്സ്റ്റ് ലാസ്റ്റായിട്ട് ഞങ്ങൾ പോയത് കുണ്ടല ഡാമിലേക്കാണ്. ഡാമിൻ്റെ ഒരു സൈഡ് ഫുൾ ചെറി ബ്ലോസമായിരുന്നു. ഞങ്ങൾ വന്ന വഴി കുറേ ട്രീസ് കണ്ടെങ്കിലും അതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാനോ വീഡിയോസ് എടുക്കാനോ ഒന്നും പറ്റിയില്ല. ശരിക്കും ഈ ഒരു സ്പോട്ടിലോട്ട് നോക്കുമ്പോൾ പുറത്തൊക്കെ സ്ഥലം പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഡേ നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. പോകുന്നതിന് മുമ്പ് വണ്ടി നിർത്തി ഞങ്ങൾ കുറച്ച് നേരം കൂടി അവിടെ ഇരുന്നു. just like expressing our gratitude towards the mountains, trees and the villagers and everything that we seen today. Because റോബിൻ ശർമ്മയുടെ Who Will Cry When You Die എന്ന് പറഞ്ഞ പുസ്തകത്തിലൊരു കോട്ടാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഇപ്പോൾ. സ്പെൻഡ് എ ഡേ വിത്തൗട്ട് യുവർ വാച്ച് എന്ന്. ഇന്നത്തെ ദിവസം
ടൈം പോകുന്നത് നോക്കിയില്ല, വർക്കിനെ പറ്റി ആലോചിച്ചില്ല, വേറെ ഒന്നിനെ പറ്റി ആലോചിച്ചില്ല. നമ്മൾ ഒന്നിനെ പറ്റി ആലോചിക്കാതെ ഒരു ഡേ ഇങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് സ്പെൻഡ് ചെയ്യുന്നത് ശരിക്കും അങ്ങനെയുള്ള ടൈംസ് നമുക്ക് വേണം. So it was so memorable this trip. So thank you for watching. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായെങ്കിൽ please subscribe my channel and I'll come back with new more videos and thank you.